ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക്കൈൻ. നമ്മൾ ഇന്നൊരു ലോങ് ഡ്രൈവാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വണ്ടി MG Hector ആണ്. കുറേ നാളായി നമ്മൾ MG Hector എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട്. സോ നമ്മളൊരു ചേഞ്ചിന് വേണ്ടി ഇന്ന് MG Hectorലാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് വീണ്ടും കൊച്ചി പോവുകയാണ്. നമ്മുടെ വ്ളോഗിൽ മൊത്തം എപ്പോഴും കൊച്ചിയാണ് വരുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മള് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത മുതലേ കൊച്ചിയാണ്. അല്ലെങ്കിൽ കൊച്ചിയിൽ നമ്മൾ എപ്പോഴും പോകുന്നതൊന്നുമല്ല, പക്ഷെ ഈ വ്ളോഗിൽ മൊത്തം ലോങ് വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും കൊച്ചിയാണ് വരുന്നത്. അപ്പോൾ വീണ്ടും കൊച്ചി പോവുകയാണ്. കൊച്ചി പോവാൻ ആദ്യം സോണിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എല്ലാവരുമായിട്ട് കൊച്ചി ഒരു ഫംഗ്ഷന് പോവുകയാണ്. അപ്പോൾ ഫംഗ്ഷന്റെ മെയിൻ ആൾ ഉറങ്ങിയിട്ടുണ്ട്. സ്ലോ ഉറങ്ങി. അത് കാണാം. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് സോണി എടുക്കുന്നത്. എന്താണെന്ന് കണ്ടറിയാം. ഗായ്സ് നല്ല ഉറക്കം വരുന്നുണ്ട്. എത്ര മണിയാകുമ്പോ എന്റെ വീട്ടിലെത്തും? എത്ര മണിയാകുമ്പോ എന്റെ വീട്ടിലെത്തും? ഇത് ഫ്ലൈറ്റോ പൈലറ്റോ ഒന്നും അല്ല, സമയത്തിന് പറഞ്ഞ് അവിടെ എത്തിക്കാൻ. എന്നാലും ഇപ്പൊ ഒരു സമയം 7:55 7:55. നിന്നെ കൊണ്ടുപോണോ? കൊണ്ടുപോണോ? മിണ്ടാതിരിക്കും. അല്ല, എത്ര മണിയാകുമ്പോ എത്തും എന്റെ വീട്ടിൽ? മണി 8 10:30 ആകുമ്പോ കറക്റ്റ് വീട്ടിലെത്തും അല്ലേ? കറക്റ്റ് വീട്ടിലെത്തുന്ന ടൈം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. എടുത്തോ, ഇറങ്ങിക്കോ. വണ്ടിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വിട്ടു പോകും. എനിക്കറിയാം, അതെനിക്ക് അനുഭവമുണ്ട്. നമ്മൾ എവിടെ പോയാലും കുറെ സാധനങ്ങളും കൊണ്ടാണ് പോകുന്നത് കുറയ്ക്കാൻ വേണ്ടി. ഇത് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് എടുക്കുന്നത്. കഴിക്കാൻ വേണ്ടിട്ട് നമ്മള് രാവിലെ തന്നെ മിച്ചറ്, കട്ടൻ ചായ, അങ്ങനെ മുറുക്ക്, കട്ടൻ ചായ ഒക്കെ ഫ്ലാസ്കില്, ബിസ്ക്കറ്റ്, യൂണിബിക്കിന്റെ ബിസ്ക്കറ്റ് ഉണ്ട്, കപ്പലണ്ടി ഉണ്ട്, വീണ്ടും ബിസ്ക്കറ്റ് ഉണ്ട്. ഇത്രേ ഉള്ളൂ. ചവറ എത്തുമ്പോ ലോഡ് ചെയ്യണേ. ചവറ എത്തുമ്പോ വീണ്ടും നമ്മൾ ലോഡ് ചെയ്യും. സ്കൂളിൽ പോകാൻ രണ്ടുപേരും കഴിച്ചോ. മിച്ചർ എങ്ങനെയുണ്ട്? കറുമുറ മിച്ചറാണോ? കറുമുറോ എവിടെന്നായിരുന്നു? ഓരോ ലോക്കൽ ഭാഷ. മിച്ചറുകളാ. ഇനി എനിക്ക് തന്നേക്ക്. വണ്ടി ഓട്ടിക്കണം നിനക്ക്. മിച്ചറ രാവിലെ മിച്ചർ കഴിക്കാവോ? രാവിലെ മിച്ചർ കഴിച്ചുകൂടാ. പക്ഷെ വിശന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീട്ടിൽ ചെന്നിട്ടേ കഴിക്കാവുള്ളൂ എന്ന് ഉമ്മ പറഞ്ഞു. ഉമ്മ എന്തോ അവിടെ ഫുഡൊക്കെ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടോ. ഗൈസ്, നമ്മൾ നീണ്ടാര പാലം എത്തിയിരിക്കുകയാണ്. സമയം ഒരു മിനിറ്റ്, സമയം 9:30 കഴിഞ്ഞ് 9:35. 10:30 ആവുന്നതിന് മുന്നേ നമ്മൾ എത്തിക്കും ബൈക്ക് അല്ലേ? അതെ. നമ്മുടെ സാങ്കേതിക തകരാറുകളൊന്നും ഇല്ലാത്ത പക്ഷം നമ്മൾ 10 മണിക്ക് തന്നെ എത്തുന്നതായിരിക്കും. ഗൈസ്, നീണ്ടകരന്ന് വെറും 5 മിനിറ്റ് ഉള്ളൂ ചവറയിലേക്ക്. കണ്ണടച്ചിരുന്നത് 5 മിനിറ്റ്. ഇപ്പൊ പാലം പണിയുന്നോണ്ട് 5 മിനിറ്റ് ആണോന്ന് അറിയത്തില്ല. സോണി ഓടി കളിച്ച പാലം എത്തിയിട്ടുണ്ട്. ചവറ എത്തി ഗൈസ്. അതാ ചവറ വന്ന വ്ളോഗാണ് നിങ്ങൾ ഈ കാണുന്നത്. അതാ കാണുന്നു സോണിയുടെ വീട്. സോണി സൂം ചെയ്യാൻ അറിയത്തില്ല. അതാ പരിസരവാസികൾ ഇവിടെ കിടക്കുന്നുണ്ട്. പട്ടികളെയാണ് ഗൈസ് പറയുന്നത്. അവരിവിടത്താണ് സോണിയുടെ വീട്ടിലേക്കുള്ള വഴി. ആരാണ് സോണി? അതെ, ഇതുവരെ ആന സോണി എന്ന് പറഞ്ഞിട്ടില്ല. സോണി എന്ന് പറഞ്ഞിട്ടോ. സമയം അങ്ങനെ ലാൻഡിങ് ടൈം ആയിട്ടുണ്ട്. എല്ലാരും ഒരു നിമിഷം എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. സമയം കണ്ടോ?
വ്ളോഗർ സോണിയോടൊപ്പം അസ്ലു മുഖം കണ്ടിരിക്കുന്നേ ഉറങ്ങി. ഇവിടെ തൊട്ട് ട്രിവാൻഡ്രം മുതല് എങ്ങനെ ഉറങ്ങാതായിരിക്കും? രാത്രി എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. നീ വണ്ടി ഓടിച്ചോണേ, ഇവിടെ നിന്ന് കൊച്ചി നീ വണ്ടി ഓടിച്ചോണം കേട്ടോ. ഉറുമ്പുറുമ്പ്. Oh my God. ഇതെല്ലാം അസ്ലുവിന്റെ ലഗേജാണ് കൂടുതൽ. ഇത് ഫുള്ള് അസ്ലുവിന്റെ ലഗേജാണ്. ഈ പെട്ടി അസ്ലുവിന്റെ ലഗേജ്. ആര് തുറക്കും? ഇവിടെ ഒരാളേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ. ഗൈസ്, നമ്മളിന്ന് കഴിക്കാൻ പോകുന്ന ഫുഡ് ഉമ്മ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഇവിടെ ഒറോട്ടി. നമ്മുടെ ട്രിവാൻഡ്രത്തെ ഒറോട്ടിയും കൊല്ലത്തെ ഒറോട്ടിയും ഡിഫറെൻ്റാണ്. തിരുവനന്തപുരത്തെ ഒറോട്ടി അതിനകത്ത് തേങ്ങയാണ്, ഇതിനകത്ത് തേങ്ങയൊന്നും ഇടത്തില്ല. നമ്മുടെ നല്ല നൈസ് പത്തിരി പോലെയാണ് ഉണ്ടാക്കുക. അങ്ങോട്ട് എടുത്ത് കഴിക്ക്. ഫോൺ എടുത്തോണ്ട് പറഞ്ഞവരെ തൊട്ട് വരുന്നോ ഞാനിപ്പം എടുത്ത് കഴിക്കും. ലെഗ് പീസ്, 1 ലെഗ് പീസ്. എന്റെ ലെഗ് പീസ് ഈ പ്ലേറ്റിൽ വെക്കും. നല്ല വിശപ്പുണ്ട്, ഇനി കഴിച്ചിട്ട് കാണാം ഗൈസ്. ഇനി നമ്മൾ ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ റിസപ്ഷന് വേണ്ടി പോവും. നമ്മൾ 1 മണിയാകുമ്പോൾ ഇറങ്ങാനാണ് പ്ലാൻ. നമ്മൾ 1 മണി എന്ന് പറയുമ്പോൾ നമ്മൾ 2 മണിക്കാണ് ഇറങ്ങുന്നത്. സാധാരണ ഭയങ്കര പഞ്ച്വാലിറ്റിയാണ്. ഞാൻ 10 മണിക്ക് മുന്നേ എത്തിച്ചിട്ടുണ്ട്. അതിവിടെ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതാണ്. ഇനി 1 മണിക്ക് 2 മണിക്ക് എന്നെ വിളിച്ചാൽ മതി. അതുവരെ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാം. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മൾ റെഡി ആയിട്ട് ഒരുങ്ങി നിൽക്കുന്ന കാണിക്കാം. ഇപ്പൊ ഗൈസ് ഒരു 1:13 ആയിട്ടുണ്ട്. നമ്മൾ 1 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ പ്ലാനുകളൊന്നും നടന്നില്ല. ഇതാ ഒരാള് കണ്ട വന്ന് ഒരുങ്ങി റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നു. ഇതല്ല അവന്റെ റിസപ്ഷൻ കോസ്റ്റ്യൂം. അവൻ അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് ഇനി റെഡി ആയിട്ട് കാണാം. നമ്മള് പോവാണ് അല്ലേ? ഇതാണോ ബേബിയുടെ കോസ്റ്റ്യൂം? അല്ല, ഇതല്ല. കോസ്റ്റ്യൂം ഒക്കെ അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു. ചവറയിൽ നിന്ന് വീണ്ടും എറണാകുളം സ്റ്റാർട്ട് ചെയ്തു. പിന്നെന്താണ് പറയും? ഇപ്പൊ നമ്മളെല്ലാരും റെഡി ആയിരിക്കാണ്. എല്ലാവരും പകുതിയാണ് റെഡി ആയിരിക്കുന്നത്. ഇത്രയും ലോങ് ഡ്രൈവ് പോകുന്നത് കൊണ്ട് നമ്മളിനി അവിടെ ചെന്നിട്ട് വേണം ബാക്കി ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ബാക്കില് ഡിസൈറിൽ അവർ വരുന്നുണ്ട്. കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ MGയിൽ പോകുന്നുണ്ട്. മഴയൊന്നും ഇതുവരെ വന്നില്ല ഗൈസ്. മഴയൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു അല്ലേ? അതും നമ്മൾ 1 മണിക്കാണ് ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തത്, പക്ഷെ നമ്മള് ഇപ്പൊ 2:30 ഇനി നമുക്ക് എത്ര മണിക്ക് എറണാകുളത്ത് എത്തുമെന്ന് നോക്കാം. സ്വാഭാവികം. ഇന്ന് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ ഗൈസ്, നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യമേ രാവിലെ കൊണ്ടുവന്നതെല്ലാം തിന്ന് തീർത്തു. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇതാ നമ്മൾ ഫില്ല് ചെയ്തേക്കുവാണ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് സ്വീറ്റ് ഐറ്റംസും കേക്ക്സും ആണ്. പിന്നെ ബാക്കിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അതും കൂടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കാം. എന്തെങ്കിലും തനിക്ക് പറയാനുണ്ടോ? എനിക്കൊന്നുമില്ല. ഒന്നും പറയാനില്ലേ? കഴിക്കാനുണ്ടോ? കഴിക്കാൻ. ഇപ്പൊ ഒരു സമയം 4 മണിയായി. അപ്പൊ നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടിട്ട് തട്ടുകടയിൽ നിർത്തിയേക്കാണ്. നല്ല ചൂട് ബോണ്ടയും വാഴയ്ക്കാപ്പവും ചായയും കോഫിയും എല്ലാം ഉണ്ട്. ഹലോ, ആളുണ്ട് ഇവിടെ. ഒഴിഞ്ഞോളാം. വേണ്ടതൊന്നുമല്ല, അവൻ എടുത്തോണ്ട് പോയി. വേണ്ട. ബൈ ബൈ. നീ പോയില്ലേ?
പറയുന്നില്ല, ബ്ലോഗ് പറയുന്നു. പോവല്ല. ഓ ഗായ്സ് ഇപ്പൊ നമ്മളെ ഫ്രണ്ടിൽ പോകുന്നതാണ് നമ്മളെ ദിസേല്. ഗായ്സ് ഇത് കണ്ടോ, നമ്മ ദിസേൽ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുവാണ് ഗായ്സ്. നേരത്തെ പോകലാണ്, ഇപ്പം മുമ്പിലായി. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണിക്കുന്നത് തന്നെ. ഗൈസ് നമ്മളിപ്പോ ചേർത്തല എത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. സോ ഡ്രൈവറിന് ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഗെയിമിന് റൂൾ ഉണ്ട്. 10 സെക്കൻഡിനുള്ളിൽ ആ വേർഡ് പറയണം. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ എ വെച്ചിട്ടാണ് ആൽഫബറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എ വെച്ച് തന്നെ എല്ലാ വേർഡ്സും പറയാം. ഔട്ട് ആവണമെങ്കിൽ എന്ത് ചെയ്യും? ഔട്ട് ആവണമെങ്കിൽ ഔട്ടായി അവിടെ ഇരിക്കും. ഔട്ടായൊരു വണ്ടിയിൽ നിന്ന് പുറത്തു പോകാം. വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എ വെച്ചൊരു വേർഡ് പറ. പേരായാലും പറയാം. അതിന് പേരൊക്കെ പറയാം. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ പേരൊന്നും പറയാൻ പാടില്ല. എനിക്ക് 10 സെക്കൻഡേ ഉള്ളൂ. കറക്റ്റ് 10 സെക്കൻഡ്. ആപ്പിൾ. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ. എയറോപ്ലെയിൻ. എയർപോർട്ട്. എ വെച്ച് അവക്കാടോ. ചിരിക്കാനല്ലമ്മ പറ. ഉണ്ട് പറമ്മ. ആൻഡ് അടുത്ത 6 ടിക് ടിക് 7 ടിക് ടിക് 8 ടിക് ടിക് 9 ടിക് ടിക് 10. ഞാൻ പറയാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതാണ്. സോറി. ടിക് ടിക് കില്ലർ ഒന്നും കൂടെ പറ. അവള് വീഡിയോ എടുക്കണം. അവള് വീഡിയോ എടുക്കണം. ഞാൻ പറയൂല. പറ. ടിക് ടിക് 1 എനിക്കോ ഇല്ല. ഇല്ല, കില്ലർ. കില്ലർ. ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 കിഡ്സ് ടിക് ടിക് 6 പറഞ്ഞു. കിഡ്സ് കണ്ടോ ഗായ്സ്? തെളിവ് ഞാൻ പറഞ്ഞത് സമ്മതിക്കത്തില്ല. കിഡ്സ് കോളേജ്, ഞാൻ പഠിച്ച കോളേജിന്റെ പേരാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ. നോ കണ്ട, അതൊക്കെ ഫേക്ക് ആണ്. വീഡിയോക്ക് വേണ്ടി ഇവര് പറ്റത്തില്ല. ഇല്ല, കിഡ്സ് വേണ്ടല്ലോ. കാവച്ച് കായില്ല. തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ എന്നെ കണ്ടല്ലോ പൂക്കാലം. ഗൈസ്, നമ്മൾ അങ്ങനെ എറണാകുളം എത്തിയിരിക്കുകയാണ്. ഈ എറണാകുളം എന്ന് പറയുമ്പോ തന്നെ നമ്മൾ ഈ പാലം എത്തുമ്പോ തന്നെ നമുക്ക് എറണാകുളം എത്തിയ ഫീലിംഗ് ആണ്. ഏത് പാലമാണ് പറയൂ? ഇതാണ് എല്ലാ സ്ഥലത്തിലും നീ ബോഡി നോക്കുന്ന പോലെ ബോഡിയിൽ നോക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഗൈസ്, ഇവിടെ നല്ല ബ്ലോക്കാണ്. ഇനി നമ്മുടെ ലൊക്കേഷൻ എത്തണമെങ്കിൽ ഒരു 1 അവറും കൂടെ ബാക്കിയുണ്ട്. ഇപ്പോൾ സമയം ഒരു 7 ആയിട്ടുണ്ട്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് 8:30 ഒക്കെ ആയിരിക്കും മിക്കവാറും. ഗൈസ്, എൻ്റെ ബ്രദർ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. സോ അവനെയും കൂടെ ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് ഫംഗ്ഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവൻ ദാണ്ട് നിൽക്കുന്നു. ഗായ്സ്, അങ്ങനെ നമ്മൾ കൊച്ചി എറണാകുളം എത്തിയിട്ടുണ്ട്. എറണാകുളം എടപ്പള്ളിയിലാണ് നമ്മൾ പോകുന്ന. ആലുവ ഫോറൽ എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ സെൻറ്ററിലോട്ടാണ്. അപ്പോൾ അതാണ്ട് എല്ലാവരും ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറി. ആദു ആ ഡ്രസ്സൊക്കെ മാറി. ഇതാണ് ആദൂരെ കോസ്റ്റ്യൂം. അവിടെ അസ്ലു ഇതാണ്ട കരച്ചിലാണ്. അസ്ലു ഡ്രസ്സൊക്കെ മാറി. അസ്ലു ഇതോ കരയുന്നുണ്ട്. ഇതാരാ കരയുന്നേ? എന്തിനാ കരയുന്നേ? ആ എടുക്കാൻ. നമ്മുടെ ഹോള് വരുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്താണ്. അങ്ങനെ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 8:30 ആയി. ഇതാണ് ഹോട്ടൽ ഫ്ലോറ. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത്. ഇതാണ് എൻട്രൻസ് വരുന്നത്. അവർ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി അകത്തോട്ട് പോകാം. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയതുകൊണ്ട് കുറേ ആളുകൾ പോയി. നമ്മളിപ്പോൾ സ്റ്റേജിൽ കയറി ജസ്റ്റ് ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് എടുത്തു.
നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. വേറൊരു സെക്ഷൻ തന്നെ ഡെസേർട്ടും സാലഡ്സും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ മോനിരിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കൂടെ എടുക്കുവാണ്. ഇതെൻ്റെ കസിൻ്റെ മോളാണ്. അസ്ലുവിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ മോള് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ഗൈസ് നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് ഗൈസ്. ഈ മിററിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ മിററിൽ വന്ന് വീഡിയോ എടുക്കുന്നത്. കാർ എടുക്കാൻ വേണ്ടിയിട്ട് പാർക്ക് ചെയ്തെടുത്ത സ്ഥലത്തുനിന്ന് കാർ എടുക്കാൻ വേണ്ടി പോയേക്കുക. അതാ കാർ വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ട്രിവാൻഡ്രത്തല്ല നമ്മൾ പോകുന്നത്, ചവറയിലാണ് പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഒരു 10-10:30 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയും ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് നൈറ്റ് ചവറയിൽ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് മോർണിംഗ് നമ്മൾ തിരിച്ചു പോകും. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം മക്കൈൻ.